അങ്ങനെ ഇന്നത്തെ തായ്ലൻഡിൽ ലാസ്റ്റ് ഡേ ഏകദേശം ഒരു 1 വീക്കിന്റെ അടുത്തുള്ളൊരു ട്രിപ്പ് ആയിരുന്നല്ലോ. അപ്പോൾ ലാസ്റ്റിലേക്ക് ആയപ്പോൾ അതിൻ്റെതായ ഒരു സങ്കടം കാര്യം അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു, ലഗേജൊക്കെ എടുത്ത്. ഇന്ന് നമുക്ക് പോകാനുള്ളത് സഫാരി വേൾഡിലേക്കാണ്. അപ്പോൾ തലേദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ചൂടും കാര്യങ്ങളുള്ള സ്ഥലമാണ്. രാവിലെ മുതൽ ഏകദേശം ഒരു ഉച്ച വരെ നമുക്ക് കുറേ ഒറാങ്കുട്ടാൻ ഷോ, പെൻഗ്വിൻ ഷോ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ എണ്ണമായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അത് ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പം അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ ലാസ്റ്റിലേക്ക് നമുക്ക് സൂവിൽ പോയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഇടാമെന്ന് കരുതിയത്. ഇവരൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. നമ്മൾ ബസ് ഇങ്ങനെ പോകട്ടോ ചെയ്തിപ്പോൾ ഞാൻ സ്പീഡിലാക്കിയതിനെ കൊണ്ടാണ് പതുക്കെയാണ് ആ ടൈമിൽ ബസ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്കവിടെ ഇറങ്ങാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. നമുക്കിങ്ങനെ ബസ് സ്ലോ ആക്കി പോകുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നു കേട്ടോ. അതെനിക്ക് അത്രയും കുറച്ചും കൂടെ വൃത്തിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം നേരമായിട്ട് നമ്മൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്ന മഴക്കാർ ഇങ്ങനെ ആയി വരുന്നതുകൊണ്ട് അപ്പോൾ നല്ല രസമുണ്ട്, നല്ലൊരു ക്ലൈമറ്റ്. ചില ആൾക്കാരൊക്കെ അതുപോലെ ബസ്സിന് മുന്നിൽ വന്ന് നിൽക്കും. അപ്പോൾ അവർ പോകുന്നവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആയി നിൽക്കുന്ന വേറെ ഒന്നിനല്ല, എല്ലാവർക്കും അറിയാലോ സിംഹത്തിനെയും പുലിനെയും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സിംഹത്തിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് അങ്ങനെ ലൈവായിട്ട് കാണുന്നത്. മൈസൂർ സൂവിൽ പോയിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, പണ്ടപ്പോഴോ പോയ ഓർമ്മയാണ്, കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ എന്തായാലും ഇവരെല്ലാം നല്ല ലൈവായിട്ട് കണ്ടല്ലോ. ബസ് ഡ്രൈവർ അടുത്തുള്ള ആ സീറ്റിൽ പോയിരുന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാ അടുത്ത കൂട്ടർ ഇതാ കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പുലിനെ കുറച്ചും കൂടെ എണ്ണം കാണാൻ പറ്റിയിട്ടുണ്ട് ഇവർക്ക്. ആ ഏരിയയിൽ അപ്പം അത്ര എണ്ണം അല്ലായിരുന്നു. ഇവർ കണ്ടോ കുറേ ആൾക്കാരുണ്ട്, കുറേ എണ്ണം വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അവർ ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങനെ വിട്ടിക്കുകയാണ്. അവർ തൊട്ടടുത്ത് കൂടി കേട്ടോ അങ്ങനെ പോണത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അടുത്ത ആൾ ഇതാ ഹിപ്പോപ്പൊട്ടാമസ് ആട്ടോ. സാധാരണ വിക്കി പറയണ്ടായി അങ്ങനെ കാണാൻ പറ്റാറില്ല. സാധാരണ എപ്പോഴായിട്ടുള്ള വെള്ളത്തിലൊക്കെയാണ് ഉണ്ടാവല്. ഇത് നമുക്ക് നല്ല ലൈവായിട്ട് നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അടുത്തായിട്ട് നമ്മളെ കരടിയാണ്. 4-5 ആൾക്കാരുണ്ട്. എന്തോ കാര്യമുള്ള പരിപാടിയാണ്, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്തോ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ സൂ ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ചെറിയ മഴയൊക്കെ പെയ്തു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വിക്കിനോട് യാത്ര പറയാം കേട്ടോ. ഈ ഒരു യാത്രയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാട്ടോ ഏട്ടൻ. ഇതിന് മുന്നേയും ടൂർ മാനേജറായിട്ട് പോയിട്ടുണ്ടെങ്കിലും വിക്കിന് ആദ്യമായിട്ടാട്ടോ. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാനുണ്ട്. ഡിന്നർ കഴിച്ചതിന് ശേഷം രാത്രി 10 മണിക്കോ മറ്റായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. എനിക്ക് കറക്റ്റ് ടൈം ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ തായ്ലൻഡിനോട് ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തായ്ലൻഡ് സീരീസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്.